വെൽക്കം ടു ലിമിയ ക്രിയേറ്റീവ് വേൾഡ്. ഐ ആം ലിയ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ബനാന വീറ്റ് കേക്ക്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാ. ബനാന വീറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: വീറ്റ്, ബനാന, മിൽക്ക്, ഷുഗർ, ഓയിൽ, ചോക്ലേറ്റ് ചിപ്സ്, സിനമൺ പൗഡർ, വിനെഗർ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സേവ് ചെയ്യണം. അതിനായിട്ട് വീറ്റ് 1.5 വീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സേവ് ചെയ്യണം. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയതാ ഒരു ഇത്രയും ഉണ്ട്. ശരിക്കും നമ്മുടെ കേക്കിന് നല്ല റൈപ്പൺ ആയിട്ടുള്ള ബനാനയാണ് വേണ്ടിയത്. അഥവാ നന്നായിട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനകത്ത് 10 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം. എൻ്റെ ഇപ്പോൾ അത്യാവശ്യത്തിനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ 2 വലിയതൊന്നും ആയിട്ടില്ല. ഇത് മതി, ഇത്രയും മതി. 2 വലിയ ബനാന എടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം. ഇത് സാധാരണ കൈ വെച്ചില്ല കുട്ടികൾ കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ആവാനാണോ? അടിയിലുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ചില ബനാനയ്ക്കാണെങ്കിൽ ഞാൻ അകത്തിരുന്തോ അത് കുഴപ്പമൊന്നുമില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല, ടീച്ചർക്കും ഇഷ്ടമല്ല. പറയാത്ത കണ്ടോ? ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് ഷുഗർ. നിങ്ങൾക്ക് ഇച്ചിരി കൂട്ടാൻ വേണമെങ്കിൽ. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ഓപ്ഷണലാണ്. ഇത് കറക്റ്റ് അളവിനാണ് കൊടുത്തേക്കുന്നത്. ഓവറായി പോയോ? ഇല്ല. ഇനി 1/2 കപ്പ് ഓയിലാണോ? വെജിറ്റബിൾ ഓയിൽ. സൺഫ്ലവർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. എടാ പേടിച്ച് ഒന്നും മിണ്ടായിരിക്കടാ, ഭയങ്കര സൗണ്ടാ. നമുക്കിനി ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ അടിക്കടാ. ഇത്രയും മതിയാവും. മതിയാവും. ഇനി ഇത് നിങ്ങൾക്ക് ഫോർക്ക് വെച്ച് ഇങ്ങനെ മാഷ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. സ്പാച്ചിലേക്ക് ഇതെല്ലാം ഒരു വേറെ ബൗളിനകത്തോട്ട് മാറ്റാം. ഓക്കെ, ഇനി നമ്മള് നേരത്തെ വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവിന്റെ കൂട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് അവിടെ ചപ്പാത്തി മാവ് ഇരിക്കുന്നത്. എന്നാലും അതിന്റെ കൂടെ പിന്നെ അങ്ങനെ ഫസ്റ്റ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഇട്ട് ഇത് പൊങ്ങി വരും. ഇച്ചിരി ഡ്രൈ ആണ് ഇതിന്റെ ബാറ്റർ. അതിനായിട്ട് നമ്മൾ മിൽക്ക് നേരത്തെ ഇങ്ങനെ വെച്ചേക്കുന്നത്.
പിന്നെ ഈ കേക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് എടുക്കാനൊക്കെ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് ഹെൽത്തിയും കൂടിയാണ്. ഇത്രേ ഉള്ളോ? അതിനാണ് ഇത്ര നമ്മുടെ ബീറ്റ് എടുത്തത്. നിറച്ചൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ ശരിക്കും ഇപ്പോഴാണ് ചപ്പാത്തി മാവ് പോലെ ഇപ്പൊ അങ്ങോട്ട് പറയാൻ പോയായിരുന്നു ചപ്പാത്തി മാവെന്ന്. ഇതിന് ഫുൾ മിക്സ് ആവുന്ന വരെ ഇരിക്കണ്ട. ഇനി നമുക്ക് മിൽക്ക് ഒഴിക്കാം. ഞാൻ ലുവാം മിൽക്കാണ് എടുക്കുന്നത്. 1/2 കപ്പ് ഞാൻ ടോട്ടല് വെച്ചേക്കുന്നത്. ഇത് ക്വാർട്ടർ കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് തിളപ്പിച്ചാണോ? അതല്ല ചുമ്മാ ഇതാണ്ട് മിൽക്ക് അങ്ങ് ആവുമ്പോ അതങ്ങ് ലൂസ് ആയിക്കോളും. ഞാൻ ഫസ്റ്റ് മിൽക്ക് എന്ന് ഓർക്കുമ്പോ ഞാൻ ഫസ്റ്റ് എനിക്ക് പാൽപ്പൊടി, ഞാൻ പണ്ട് ഫുൾ ടൈം പാൽപ്പൊടി കഴിക്കുന്നുള്ളൂ വിശക്കുമ്പോ. എനിക്കല്ലെങ്കിൽ ഫുൾ ടൈം വിശപ്പല്ലേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് ഇച്ചിരി കൂടെ മിൽക്ക് വേണം. എന്താ ഫുള്ളും കഴിച്ചു. എന്നിട്ട് എനിക്കിപ്പോ വന്നിരിക്കുന്നത് 1/2 കപ്പ് മിൽക്ക. കുറച്ചും കൂടെ എടുത്തോണ്ട് അല്ലേ? ഇതെല്ലാം ഈ മാവിനകത്ത് പിടിക്കുന്ന എല്ലാം വെയിനകത്തോട് പുറത്തു പോകും. അത് ഇച്ചിരി നേരം മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് ഫുൾ മിക്സ് ആവുന്ന വരെ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇടാം. ചോക്ലേറ്റ് ചിപ്സിന് പകരം നിങ്ങൾക്ക് ഈ റേസിൻസ് ഒക്കെ ഇടാം. പക്ഷെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇരിപ്പുള്ളതുകൊണ്ട് ഇട്ടതാണ്. ബെസ്റ്റ്. മതി നിന്നത് നേരെ എനിക്ക് വേണ്ടിയതാ. ഇതായിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന ഇതുപോലത്തെ സാധനം മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇനി ഇതിനകത്തോട്ട് വിനെഗർ ഒഴിക്കണം. അതിന് മുമ്പേ നമ്മൾ ഒഴിക്കാൻ പോകുന്ന പ്ലേറ്റ് ബ്രഷ് ഇതൊക്കെ വെക്കണം. ബ്രഷ് ഇതില്ല. ഇതിനകത്തോട്ട് കൊറേ ഇങ്ങനെ ഗ്രീസ് ചെയ്യണ്ട. കാരണം ഈ ബേക്ക് ആകുന്ന സമയത്ത് അത് ഫ്രൈ ആയിപ്പോകും. ഇത് സംസാരിച്ചോണ്ടിരുന്നു ഞാൻ ഇഞ്ചിതളാം. പെട്ടെന്ന് ചെയ്യ്. ശരിയാ, ഞാൻ റോക്കറ്റ് പോലെ ഇത്രയും പറഞ്ഞു. മതിയോ? ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ മതി. അങ്ങനെ ബേക്ക് ചെയ്യുന്ന ഡിഷ് ഗ്രീസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനെഗർ ലാസ്റ്റ് ഒഴിക്കണേ. 1 ടീസ്പൂൺ പറയാൻ മറന്നു പോയോടാ. 1 ടീസ്പൂൺ. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആണെങ്കിൽ ഒരു ഇച്ചിരി വിനെഗർ എടുത്ത് ഞങ്ങൾ ഒന്നും കണ്ടുപോലും ഇല്ല. ഞാൻ വെച്ചാൽ ഇച്ചിരി കൊള്ളു അന്നാണ് ഇത്ര നമ്മുടെ ബൗൾ എടുക്കുന്നത്. ഓക്കെ, ഇതൊന്നും എല്ലാം എടുത്തൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ഡിഷിനകത്തോട്ട് മാറ്റാം. ഇതുപോലെ തിക്നെസ്സിൽ വരണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, ഇതിങ്ങനെ തന്നെ വേറെ കേക്കിനൊക്കെ ചേച്ചി ഇത് പറഞ്ഞില്ല നട്ട്സും കിസ്മസും വേണമെങ്കിൽ ഇവിടെ അത് പറഞ്ഞു. പറഞ്ഞോ? എടുക്കാൻ പറ്റുന്നില്ല. അത് തിക്കാവണ്ട, അങ്ങനെ തിക്കായത് മതി. ഒന്നുമില്ലേ? ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. സ്പൂണിനകത്ത് തന്നെ വളർന്നു ഇരിപ്പുണ്ട്. ഓക്കെ, അങ്ങനെ ഇതാവത്തില്ല. അത് നമ്മൾ ബേക്ക് ഇത് പൊങ്ങി വരുമ്പോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയാ. അയ്യോ, അരിയും പറയും വലിയവർക്കൊന്നും പറ്റത്തില്ല, വലിയവർക്കേ പറ്റത്തുള്ളൂ, ചെറിയവർക്ക് പറ്റും. ഇപ്പൊ എന്തോ പറഞ്ഞേക്കുന്നേ? ഏതാ സത്യം പറഞ്ഞ? ഇതിന് ഡെക്കറേഷന് വേണ്ടി ഇച്ചിരി ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ മതി.
മെസ്സേജൊക്കെ കൊടുത്തേക്കും. ചിലവരാണെങ്കിൽ വീടേക്ക് കുഴിച്ച് വെച്ചേക്കും. പ്രീഹീറ്റ് വരാം. ഇനി നമ്മൾക്ക് 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനകത്തോട്ട് ഇത് 30 to 35 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് 45 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം. ഇത് നല്ലപോലെ വന്നിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് റൂം ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം.